നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു വിൻ്റർ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഓൾറെഡി വിൻ്റർ സീസൺ വരുമ്പോൾ എൻ്റെ സ്കിന്നിനും ഹെയറൊക്കെ ഞാൻ പ്രത്യേകിച്ച് കെയർ കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യാം. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെയറും ഒരുമാതിരി നമ്മൾ ഒരേപോലെ നമ്മൾ ഈ ഒരു വിൻ്റർ സീസൺ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതല്ലേ. കാരണം നമുക്ക് കുറച്ച് നമ്മുടെ സ്കിന്ന്, അതായത് ചർമ്മം കുറച്ച് ഡാമേജ് ആവാൻ സാധ്യത കൂടുതലുള്ള ഒരു സീസണാണ് ഈ ഒരു വിൻ്റർ സീസൺ. നമ്മൾ കെയർ ചെയ്യണം, എക്സ്ട്രാ കെയർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഹാക്കുകളാണ് നമ്മൾ കാണുന്നത്. ഈസി ആയിട്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒരു വലിയ സംഭവങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ നമ്മൾ 2-3 പ്രൊഡക്റ്റ്, അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഫുള്ളായിട്ട് കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടൊക്കെ താഴെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ വെറുതെ നമ്മുടെ റുട്ടീൻ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, ഡബിൾ മോയ്സ്ചറൈസ് ചെയ്യുക, നമ്മുടെ ബോഡി ഫുൾ മോയ്സ്ചറൈസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മം നന്നായിട്ട് വരണ്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുള്ള ഒരു സീസൺ. പ്രത്യേകിച്ച് ജനുവരി ആണ് നമ്മുടെ ഈ തണുപ്പ് കാലങ്ങളിൽ ഏറ്റവും തണുപ്പ് കൂടുതലുള്ളത്. നമ്മൾ PSC ഒക്കെ പഠിച്ചിട്ടുള്ളത് ജനുവരി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനുവരിയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഈ ഒരു മാസമാണ് ഭയങ്കരമായിട്ട് നമുക്ക് സ്കിൻ ഡാമേജ് ആവാൻ സാധ്യത കൂടുതലുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയാനുള്ളത്, നമ്മൾ ചൂടുവെള്ളം, അതായത് ഭയങ്കരമായിട്ട് ഹോട്ട് വാട്ടർ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാതിരിക്കുക. അതായത് ഭയങ്കരമായിട്ട് ചൂടുവെള്ളം എടുത്ത് അങ്ങനെ ഉപയോഗിക്കും. ഫുൾ ബോഡി, ചിലർ ചൂടുവെള്ളം കൊണ്ട് കുളിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വയ്യായുടെ ഭാഗമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. അല്ലാതെ കുറച്ച് മടി പിടിച്ചിട്ടൊക്കെ തണുക്കണമെന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കില്ല. അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ എക്സ്ട്രാ കൂടുതലായിട്ട് വരണ്ട് പോകും. സോ നമുക്കൊരു വാം വാട്ടർ ഉപയോഗിക്കാം. അതായത് നമ്മൾ ഈ ഒരു ചൂടുവെള്ളവും പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു തണുപ്പുള്ള വാം വാട്ടർ ഇല്ല, അത് നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല. പിമ്പിളുള്ളവർക്കൊക്കെ നമുക്ക് അങ്ങനെ വാം വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഹോട്ട് വാട്ടർ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കും. പിന്നെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. പരമാവധി, ചിലർക്ക് സോപ്പ് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ, പക്ഷെ നമ്മൾ ഈ ഒരു സീസണിൽ സോപ്പ് സ്റ്റോപ്പ് ചെയ്യുക. മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പൗഡറിലേക്ക്, ഈ ഒരു സീസൺ മാത്രം നിങ്ങൾ പറ്റാത്തവർക്ക് ഇട്ട്, അത്രയും പറ്റാത്തവർക്ക് ഈ ഒരു സീസൺ മാത്രം സ്റ്റോപ്പ് ചെയ്യുക. സോപ്പ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. ചിലർക്ക് പക്ഷെ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി സോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും കടലമാവ് പ്ലസ് നമ്മുടെ എന്താ പറയുക ടെർമറിക്, അങ്ങനെ കുഞ്ഞു നിങ്ങൾക്ക് തീരെ നിവർത്തിയില്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു എന്തെങ്കിലും ബാത്ത് പൗഡറുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഹാക്കാണ്. അപ്പോൾ ആദ്യത്തെ ഹാക്ക് വന്നിട്ട് നമ്മുടെ ഫുൾ ബോഡി നല്ല തിളക്കത്തോടു കൂടി ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു കുഞ്ഞു ഹാക്കാട്ടോ. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ സാധാരണ കുളിക്കുന്ന ആ ഒരു കാര്യത്തിൽ ആഡ് ചെയ്താൽ മതി. ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മളൊന്നും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി തേച്ചൊരിച്ച് കഴുകുകയും മേലെ അപ്ലൈ ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ ഞാൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്തു പോരുന്ന ആ ഒരു കാര്യമാണ്. ഞാൻ മാത്രമല്ല, മോളാണെങ്കിലും മോൾക്കും കെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നമുക്കിത് ചെയ്തു കൊടുക്കാം. നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഈ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ലേ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. നമ്മൾ കുളിക്കുന്ന വെള്ളമില്ലേ, അതായത് നമ്മൾ പച്ചവെള്ളത്തിൽ എങ്ങനെയാണോ കുളിക്കുന്നത്, ആ വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണയേക്കാൾ നല്ലത് എള്ളെണ്ണയാണ്. ഇതിലേതെങ്കിലും നമ്മൾ കയ്യിൽ കരുതുക. എന്നിട്ട് നമ്മൾ കുളിക്കാൻ നേരത്തെ ഈ വെള്ളത്തിലേക്ക് 1-2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മതി. നമുക്ക് കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആണെങ്കിൽ 2 സ്പൂൺ, ഞാനിപ്പോൾ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ കുളിക്കുക. ഫുൾ ബോഡി നമുക്ക് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. ഏറ്റവും സിമ്പിളാണ്, ആദ്യത്തെ ഹാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്, പലരും ഇത് വിട്ടുപോയിട്ടുണ്ടാവും. ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു വ്യത്യാസം. കാരണം നമ്മുടെ ഫുൾ ബോഡി നമ്മൾ അറിയാതെ തന്നെ നല്ല ഗ്ലോ, അതുപോലെ തന്നെ നാച്ചുറൽ ആ ഒരു ഫുൾ ബോഡി മോയ്സ്ചറൈസ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഈ ബാത്ത് പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എണ്ണ നമ്മുടെ മേല് നമ്മളിങ്ങനെ കുളിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ ഒരു മോയ്സ്ചറൈസ് ഉണ്ടാവും. ബാത്ത് പൗഡർ ഉപയോഗിച്ചാൽ അത്ര അധികം ആ ഒരു എണ്ണ പോവില്ല. നമ്മുടെ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസിങ് നമ്മുടെ സ്കിന്നിൽ നിൽക്കും. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന പോകുന്നത്. അതിൻ്റെ ഒരു ഗുണം ഉണ്ടല്ലോ, നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം നമുക്ക് അതുകൊണ്ടൊന്നും കിട്ടില്ല. എനിക്കതിങ്ങനെ പറയാനായിട്ട് അതിങ്ങനെ തുറന്ന് നിങ്ങളെ ആ ഒരു എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും നല്ല റിസൾട്ടാണ് നമ്മൾ എണ്ണ വെച്ച് കുളിക്കുമ്പോൾ. ഫുൾ ബോഡി എണ്ണ വെച്ച് കുളിക്കുക. അത് ഡെയിലി പറ്റുന്നവർ ഡെയിലി ചെയ്യാഞ്ഞിപ്പോൾ അങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫുൾ ബോഡി തേച്ച് കുളിപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ തേച്ച് കുളിപ്പിച്ച് പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് അത് ഭയങ്കര ബെനിഫിറ്റാണ് ഭാവിയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഹാക്ക് നമുക്ക് നോക്കാം. അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ, ഈ 2 സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് മുരി വരുന്ന ഭാഗങ്ങളാണ്. കുറേ പേര് എന്നോട് ചോദിക്കണ്ടായിട്ടോ, ഇത് കൂടുതലായിട്ട് ഈ ഒരു സീസണിൽ എന്താ വേണ്ടത്
വേണ്ടി. ചിലർക്ക് സ്ഥിരമായിട്ടുണ്ട്, ചിലർക്ക് അവരുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ അനുസരിച്ചായിരിക്കും, ചിലർക്ക് ഈ ഒരു സീസണിലായിരിക്കും അത് വരിക. പ്രത്യേകിച്ച് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനും എന്താ പറയുക, എനിക്ക് ഈ ഒരു സീസണിൽ വരുന്ന കാര്യമാണ് ഈ മൂക്കിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഭയങ്കരമായിട്ട് മൊരിച്ചൽ, ഇങ്ങനെ സ്കിന്നിങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന മാതിരിയും അതേപോലെ കുറച്ചൊരു ഡ്രൈ ആയ മാതിരി ഫീൽ ചെയ്യും ഈ ഭാഗത്ത്. അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാക്കാണ് നമ്മളിന്ന് കാണുന്നത്. വളരെ ഈസിയാണ് ഇത്. നമുക്ക് ഈ ഒരു സീസണിൽ മാത്രമല്ല, നമുക്ക് ഡെയിലി നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം റോസ് വാട്ടറാണ്. റോസ് വാട്ടറിന് വേണം കേട്ടോ. റോസ് വാട്ടർ നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഗാദിയുടെ റോസ് വാട്ടർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തിരുന്നത്. ഒരു 3 സ്പൂണോളം റോസ് വാട്ടർ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആപ്പിൾ സൈഡർ വിനിഗറാണ്. ഇത് തന്നെ വേണം കേട്ടോ. കാരണം നമ്മുടെ മൂക്കിലത്തെ ആ ഒരു മൂക്കിൻ്റെ സൈഡിലുള്ള മൊരിച്ചൽ, കറുപ്പ്, അതുപോലെ തന്നെ മൂക്ക് ഭയങ്കര പരുക്കനായിട്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കുക അവിടുത്തെ സ്കിന്ന്. അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളൊരു 3-4 ടീസ്പൂൺ റോസ് വാട്ടറിലേക്ക് ഒരു 2-2.5 സ്പൂണോളം നമ്മുടെ ഈ ഒരു ആപ്പിൾ സൈഡർ വിനിഗർ മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ചെപ്പിലേക്ക്, അതായത് ഒരു ബോട്ടിലേക്ക്, ഒഴിഞ്ഞ ബോട്ടിലേക്ക് ഇതാക്കി വെക്കുക കേട്ടോ. ഇത് നമ്മൾ പുറത്ത് തന്നെ വെക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ വേറെ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും വേണ്ട. പുറത്ത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നിടത്ത് ഇത് വെക്കുക. എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം കേട്ടോ. നന്നായിട്ട് ഷേക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഒന്നില്ലെങ്കിൽ ഒരു പഞ്ഞിയേക്കാൾ നല്ലത് ഒരു കോട്ടൻ്റെ തുണിയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കോട്ടൺ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾക്ക് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോട്ടൺ പാഡാണെന്ന്. ജസ്റ്റ് വളരെ തുച്ഛമായ വിലയുള്ളൂ കേട്ടോ ഈ കോട്ടൺ പാഡിന്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ ഹോൾ വീഡിയോയിൽ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ നോസിൻ്റെ 2 സൈഡിലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകൊന്നും വേണ്ട. നെക്സ്റ്റ് നമ്മൾ ടോണർ, മോയ്സ്ചറൈസർ, സിറം ഒക്കെ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ടോണറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസ് മസ്റ്റായിട്ട് ചെയ്യുക, കാരണം അവിടെ കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ നന്നായിട്ട് ആ മൊരിച്ചലും ആ സ്കിന്നൊക്കെ അവിടെ നല്ല സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക മസാജ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു ഇതൊക്കെ മാറും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ ഡെയിലി നമ്മുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈലിൽ, അതായത് നമ്മുടെ സ്കിൻ കെയർ മോർണിംഗോ നൈറ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്കിൻ കെയറിൽ നമുക്ക് ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് അങ്ങനെ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഈസിയാണ്. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഫ്രിഡ്ജ് വേണ്ട, ഒരു കാര്യവും വേണ്ട. നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഒരു ബോട്ടിലേക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ ടോണർ ഉപയോഗിക്കുന്ന മുമ്പ് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് തുടയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ, ഡെയിലി ചെയ്യുന്നതിലൂടെ നമ്മുടെ നോസ് നല്ലൊരു ഗ്ലോ ഷൈനി ആയിട്ട് നമുക്ക് വരും. ഒപ്പം തന്നെ നമ്മുടെ ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറി നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോ ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ മോയ്സ്ചറൈസും കാര്യങ്ങളൊക്കെ മസ്റ്റാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഹാക്ക് നോക്കാം. അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുണ്ടല്ലോ, കാലൊക്കെ ഭയങ്കരമായിട്ട് മൊരിച്ചൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് പോകുന്നവർക്ക് ഒരു കോൾഡ് ക്രീമാണ്. നമുക്ക് കാലുമ്മയൊക്കെ അപ്ലൈ ചെയ്ത് രാത്രി കിടക്കാം. സോക്സ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഈ ക്രീം തേച്ച് കിടന്നാൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഫിനിഷ് ആവും നമ്മുടെ കാല്. സ്കിന്നൊക്കെ നമുക്കിങ്ങനെ ബേബി സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കാലൊക്കെ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു കോൾഡ് ക്രീമാണ്. നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് വേണ്ടത് നമ്മുടെ സാലഡ് കുക്കുംബർ ഇല്ലേ, അതൊരു പകുതി കഷ്ണം, ഒരു മീഡിയം സൈസ് കുക്കുംബറിൻ്റെ പകുതി കഷ്ണം എന്താ ഇതുപോലെ നമ്മൾ ചെറുതാക്കി കഷ്ണാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കുക. ഏറ്റവും നല്ലത് ആൽമണ്ട് ഓയിലാണ്. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അത് നമ്മൾ ഈ കോൾഡ് ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു സ്കിന്നില്ലേ, അത് ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരവിള്ളലിനും അതേപോലെ കാല് ഭയങ്കര മൊരിച്ചിലുള്ളവർക്കും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാലിനാണ് മെയിനായിട്ട് ഈ ഒരു കോൾഡ് ക്രീം ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. കയ്യിനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ആൽമണ്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു കുറഞ്ഞ തീയിൽ, അതായത് ഏറ്റവും സിം തീയിലിട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിക്കണം. എന്നിട്ട് ഇതിങ്ങനെ വറ്റി വരുമ്പോൾ എണ്ണ തെളിഞ്ഞിട്ട്, എണ്ണ വറ്റി കരിഞ്ഞു പോകാൻ പാടില്ല. ഇതുമാതിരി ചുങ്ങും ആ ഒരു മിക്സൊക്കെ, ആ ഒരു നമ്മുടെ ഇതൊക്കെ എന്താ പറയുക കുക്കുംബറൊക്കെ, അത് നമ്മൾ ചുങ്ങിയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേക്ക് നമ്മൾ തീയിലിട്ടിട്ട് വേവിക്കണം. ചെറുതീയിലിട്ടിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക ചൂടാറിയതിന് ശേഷം. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ കൈമ്മ അല്ലെങ്കിൽ നമ്മുടെ കാലുമ്മ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര നല്ലൊരു കോൾഡ് ക്രീമാണ്. നല്ലോണം മോയ്സ്ചറൈസ് ആവുകയും ചെയ്യും കേട്ടോ. ഒപ്പം തന്നെ എന്നിട്ട് നമുക്ക് ആ ഒരു സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും. കാല് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡി, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണമെന്ന്,
ഫുൾ ബോഡി മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കണം, എന്നാൽ നമുക്ക് 100% റിസൾട്ടും വേണം. അങ്ങനത്തെ ഒരു കാര്യമായിരിക്കണം നമ്മൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഫുൾ ബോഡി മോയ്സ്ചറൈസിങ് ക്രീമാണ് നമ്മൾ കാണാൻ പോകണം. നമുക്ക് ഫേസിൽ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ തൊട്ടിട്ട് നമുക്ക് എന്തായാലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലർക്കാണ് ഫേസിൽ പിമ്പിൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെക്ക് തുടങ്ങിയിട്ട് നമുക്ക് താഴെ വരെ നമുക്ക് ഏറ്റവും നമ്മുടെ കാലിൻ്റെ അറ്റം വരെ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റണ നല്ലൊരു വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റണ പുറത്ത് തന്നെ വെക്കാൻ പറ്റണ മോയ്സ്ചറൈസിങ് ക്രീമാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അലോവേര അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് അത് നമുക്ക് 1 സ്പൂണോ 2 സ്പൂണോ എടുത്തിട്ട് ഒരു 5 തുള്ളി 6 തുള്ളി ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാ നമ്മുടെ ദിനേശവലി ഓയിൽ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ ഒലീവ് ഓയിൽ, അങ്ങനത്തെ ഏതെങ്കിലും നല്ലെണ്ണ, അങ്ങനെ എള്ളെണ്ണ, അങ്ങനത്തെ എണ്ണകളില്ല, അത് നമ്മൾ ഈ ഒരു അലോവേരയിൽ മിക്സി അല്ലെങ്കിൽ കൊക്കോ ബട്ടറിൽ, കൊക്കോ ബട്ടർ ആകുമ്പോൾ ജസ്റ്റ് ഒരു ഡബിൾ ബോയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുക. ഫുൾ ബോഡി നമുക്ക് കുറച്ച് അധികം ചെയ്ത് വെക്കാം കേട്ടോ, പുറത്ത് തന്നെ വെക്കാം. ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ആട്ടോ. നമുക്ക് അലോവേരയേക്കാൾ നല്ലത് കുറച്ചും കൂടി ഡബിൾ എക്സ്ട്രാ മോയ്സ്ചറൈസ് ആവാനായിട്ട് നമുക്ക് ഈ ഒരു കൊക്കോ ബട്ടർ, അതുപോലെ തന്നെ ഷിയ ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളില്ല, അങ്ങനത്തെ ബട്ടറുകളാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ മോയ്സ്ചറൈസ് ആവും. അലോവേര എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു വെള്ളം കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് മോയ്സ്ചറൈസ് അങ്ങനെ എന്താ പറയുക കുറേ നേരം നിൽക്കില്ല, ഡീപ്പ് മോയ്സ്ചറൈസിങ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഇല്ല നമുക്ക് തന്നെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കുളി കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത്, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വേറൊരു മെത്തേഡും കൂടി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫുൾ ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ എണ്ണ ഒഴിച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം പണി എളുപ്പമാണ്, പിന്നെ നേരില്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് വീട്ടിലൊന്നും റെഡിയാക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ അലോവേര പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ണിയോളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ബേബി ഓയിൽ കിട്ടും. ബേബി ഓയിൽ ഇപ്പോൾ പല ബ്രാൻഡിൻ്റെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് ബേബി ഓയിൽ വേണമെങ്കിലും മേടിക്കാം. അത് ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ, കാണിക്കുന്നില്ല. ബേബി ഓയിൽ മേടിക്കുക. വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു 30-40 റുപ്പീസാണ് കൊടുത്താൽ നമുക്കൊരു ഷീറ്റ് കിട്ടും, വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇവിയോൺ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ബോട്ടിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് വന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞാലാണ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ആ ടൈമിലോ നമ്മൾ കുറച്ച് ഈ ഒരു ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. പിന്നെ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ആൽമണ്ട് വെച്ചിട്ടൊരു സ്പ്രേ നമ്മൾ ഫുൾ ബോഡി ചെയ്യണത്, അങ്ങനെയാണെങ്കിലും മതി. എന്തായാലും നമ്മൾ ഫുൾ ബോഡി നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. ചിലർക്ക് അത് ക്രീം മാതിരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ക്രീം മാതിരി ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു മെത്തേഡിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്സിനെ കൂടി കെയർ ചെയ്യേണ്ട നമുക്ക് ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് വേണ്ടത് ഒരു 5-6 ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നമ്മൾ ജ്യൂസാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം ലിപ് കെയർ. നമ്മളൊരു ലിപ് കെയർ ഓയിലാണ് ചെയ്യാൻ പോണത്. ഓയിൽ എന്ന് പറയാം, സിറം എന്ന് പറയാം. അപ്പോൾ നമുക്ക് നല്ല ലിപ് ലൈറ്റൻ ആവാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. അതിലേക്ക് നമുക്ക് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നല്ല നാടൻ മഞ്ഞൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ എടുക്കുക. പച്ചമഞ്ഞളോ നമ്മൾ നല്ലൊരു ശുദ്ധിയായിട്ടുള്ള മഞ്ഞൾ അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ നമുക്കൊരു 1/4 സ്പൂൺ നമ്മുടെ ഹണിയാണ് വേണ്ടത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആക്കി വയ്ക്കുക. ഫില്ലറൊക്കെ ഉള്ള ചെറിയൊരു ബോട്ടിലായാലും മതി. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം, കാരണം ചുവന്നുള്ളി ആയതുകൊണ്ട് ഒരു സ്മെല്ലുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഞാൻ അതുപോലെ ചെറിയൊരു ബോട്ടിലേക്കാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ദിവസവും ചെയ്യണമെങ്കിൽ ദിവസവും ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാം. ദിവസം ചെയ്യാന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട്, ചുവന്നുള്ളി ഭയങ്കര നല്ലതാട്ടോ, ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് തേനൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പാടാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നമ്മളിതിങ്ങനെ ഫേസിൽ നമ്മുടെ ലിപ്സിൽ വെച്ചിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ വെറുതെ ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കളയുക. നമ്മൾ ലിപ് ബാം എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഉറങ്ങാട്ടെ. അപ്പോൾ മസ്റ്റായിട്ട് ലിപ് ബാം മറക്കരുത്. ഇത് ഭയങ്കര നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. ഒരാഴ്ചയോളം ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും, ലിപ്സൊക്കെ ലൈറ്റനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് കെയറിൻ്റെ സൂപ്പർബായിട്ടുള്ള ആ ഒരു ഹാക്ക്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആൻറ്റി റിങ്കിൾ ക്രീമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ ഒരു സീസണിലല്ലെങ്കിലും നമുക്ക് ഡെയിലി റുട്ടീനിൽ നമുക്ക് ഈ നെറ്റിയുടെ ഭാഗത്ത് കുറേ വരകൾ വരും. ചിലർക്ക് കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ചുളിവ് വരും ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ ഭയങ്കരമായിട്ട് മൊരിച്ചലും അതുപോലെ ചുളിവൊക്കെ ഈ സീസണിൽ കാണുന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. എങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആൻറ്റി റിങ്കിൾ ക്രീമാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. അടുത്ത് നമ്മുടെ ആൻറ്റി റിങ്കിൾ ക്രീം റെഡിയാക്കാനായിട്ട് ഒരു ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുക്കുക. ഒന്നില്ലെങ്കിൽ ക്യാരറ്റ് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കുക. ഒരു 1/4 ഭാഗം മതി, 1/4 ഭാഗം ക്യാരറ്റ് മതി. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് ജ്യൂസിലേക്കോ അല്ലെങ്കിൽ അരച്ച മിക്സിലേക്കോ നമ്മുടെ ആൽമണ്ട് ഓയിൽ മസ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു വിൻ്റർ സ്കിൻ കെയർ റുട്ടീനിൽ. അത് നമ്മളൊരു 1/2 സ്പൂണെങ്കിലും നമ്മുടെ ആൽമണ്ട് ഓയിൽ ഒഴിച്ച് തന്നിട്ട് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ജ്യൂസ് ആണെങ്കിലും മതി. അപ്പോൾ ഒരു സിറം മാതിരി
അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെ നമുക്ക് ചിലർക്ക് ചുളിവുണ്ടാവും, അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ടെങ്കിൽ അതുപോലെ ചുളിവുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു അരമണിക്കൂറോളം നമ്മളിത് വെക്കണം. അതിന് ശേഷം നമ്മൾ ഒരു വാം വാട്ടറിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കഴുകി. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയൊരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ അല്ല, ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഫേസിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം, പിന്നെ ഇവിടെ ഞാൻ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഈ ഒരു സീസണിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു ഈ പ്രോഡക്റ്റ് ആണ് ഈ ആൽമണ്ട് ഓയിൽ. കാരണം എനിക്ക് കുറേ കാലമായിട്ട് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വിൻ്റർ സീസണിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് പറ്റിയിട്ടുള്ള പാക്ക് എന്താണെന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ എടുക്കുക. ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ നമ്മൾ റോ മിൽക്ക് എടുക്കുക. പിന്നെ നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നമ്മൾ പൊടിച്ചിട്ട് അത് എടുക്കുക. ഒരു നന്നായിട്ട് ഇത് മിക്സ് ചെയ്തൊരു തിക്ക് പേസ്റ്റ് ആക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വെക്കുക, വാഷ് ചെയ്യുക. ഒരു വാം വാട്ടർ, അതായത് ഇളം ചൂടുവെള്ളം എന്നൊക്കെ പറയും, നമ്മൾ ഉണ്ണിയോളൊക്കെ കുളിപ്പിക്കാനായിട്ട് ഭയങ്കര നൈസായിട്ടുള്ള വെള്ളം എടുക്കില്ലേ, അതുമാതിരി വെള്ളമാക്കിയിട്ട് കഴുകിക്കളയാം. നല്ല സൂപ്പർ ഗ്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല എന്താ പറയുക, ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സൂപ്പർ ഗ്ലോ ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടും, സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹാക്കുകൾ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് മാമ എർത്തിൻ്റെ 3 പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ഈ ഒരു വിൻ്റർ സീസണിലും അല്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ലോക്കാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോണത്, 3 പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ മാമ എർത്തിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം, മാമ എർത്ത് ഇന്ത്യൻ ബ്രാൻഡാണ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമുക്ക് സിലിക്കോൺ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവിടെ കാണാൻ പോണത് മാമ എർത്തിന്റെ 3 മോയ്സ്ചറൈസിങ് ക്രീമുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോണ പ്രൊഡക്റ്റ് വന്നിട്ട് മാമ എർത്തിന്റെ വിറ്റമിൻ സി നറിഷിംഗ് കോൾഡ് ക്രീമാണ്. ഇൻഗ്രീഡിയന്റ് വന്നിട്ട് വിറ്റമിൻ സി ആൻഡ് ഹണി. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ആ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോർ ഇല്യൂമിനേറ്റിംഗ് മോയ്സ്ചറൈസേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതിൻ്റെ ആ ഒരു പാക്കേജ്, അതുപോലെ തന്നെ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു വിറ്റമിൻ സി കോൾഡ് ക്രീം, നമുക്ക് നറിഷിംഗ് കോൾഡ് ക്രീം അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ചെടുക്കുക, വളരെ കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിലെടുക്കുക. ഓക്കെ, നല്ല നീറ്റാക്കിയിട്ട് വേണം, നമ്മുടെ കൈയൊക്കെ നല്ല നീറ്റാക്കുക. ദെൻ നമ്മുടെ കയ്യിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആവും, നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആവുന്നുണ്ട്. പിന്നെ നല്ല തിക്ക് ക്രീമാട്ടോ, നമുക്ക് അധികമൊന്നും ആവശ്യമില്ല, ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫേസിലും ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണം വന്നിട്ട് മാമ എർത്തിന്റെ ഉപ്ടൻ നറിഷിംഗ് കോൾഡ് ക്രീമാണ് വിത്ത് ടെർമറിക് ആൻഡ് സാഫ്രോൺ. അപ്പോൾ ഇതും നമുക്ക് സെയിം യൂസേജിന് തന്നെയാണ്. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് നല്ലൊരു ഗ്ലോ ആയിട്ട്, അതുപോലെ തന്നെ നല്ല ഡീപ്പ് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് മെയിനായിട്ട് ഗ്ലോവിങ് മോയ്സ്ചറൈസേഷൻ എന്നാണ് നമുക്കിത് കൊടുത്തിട്ടുള്ളത്, ഇവർ പറഞ്ഞിട്ടുള്ളത്. പ്രൊഡക്റ്റ് വന്നിട്ട് കൊക്കോന്റെ ആണ് കേട്ടോ. ഇത് വന്നിട്ട് മാമ എർത്ത് കൊക്കോ നറിഷിംഗ് കോൾഡ് ക്രീം വിത്ത് കോഫി ആൻഡ് വിറ്റമിൻ ഇ ആട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമുക്ക് 3ഉം ഒരേപോലെ ബെനിഫിറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് റിച്ച് മോയ്സ്ചറൈസേഷൻ ആണെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് സെയിം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കുറച്ചെടുക്കുക, നമ്മുടെ കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്യുക, എല്ലാവരുടെയും നമ്മൾ ഈവൻലി അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് അതുപോലെ തന്നെ ബോഡിയിൽ, നമ്മുടെ ഫേസിലും ബോഡിയിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന 3 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്, മാമ എർത്തിന്റെ കോൾഡ് ക്രീംസ്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റുകൾ മാമ എർത്ത് റീസെന്റ് മാമ എർത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ആപ്പിൽ നിന്ന് നമുക്ക് നേരിട്ട് മേടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഈ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. നമ്മുടെ നിലാസ് ഫാമിന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന രോഷ്നി 2022 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് മാമാർത്ത്.in എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് മേടിക്കുകയാണെങ്കിൽ 20% നമുക്ക് ഓഫർ കിട്ടും. അതുപോലെ തന്നെ ഇത് എല്ലാ സൈറ്റിലും ഉണ്ട് കേട്ടോ. ഇത് ആമസോൺ, അതുപോലെ നൈക്ക, പർപ്പിൾ, അങ്ങനെ എല്ലാ സൈറ്റിലും നമുക്കിത് അവൈലബിൾ ആണ്. അതുപോലെ മാമ എർത്തിന്റെ സൈറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഫോളോ ചെയ്ത് പോവാം, വിന്ററിലല്ലെങ്കിലും ഫോളോ ചെയ്ത് പോകാവുന്ന നല്ല ടിപ്സ് ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.